ട്രംപ് പരസ്യമായി അദ്ദേഹം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ അതിനെക്കുറിച്ച് ഒരു കമൻറ്റും നടത്താതെ എന്താണ് ഇവിടെ മൊറട്ടോറ സ്റ്റേഡിയത്തിൽ ട്രംപ് വന്ന സമയത്ത് അതുപോലെ ഹൗഡി മോഡി ഹ്യൂസ്റ്റണിൽ ഹൗഡി മോഡി നടത്തിയതിനെ പറ്റി പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടിയിരുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ ഇന്ത്യൻ ജനതയ്ക്കോ കൊടുക്കാൻ മോദിക്ക് അതിൽ സാധിച്ചിട്ടില്ല. 2 ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് മോദി സംസാരിക്കുന്നത്. തൊട്ടടുത്ത് ട്രംപ് പ്രോംപ്റ്ററൊന്നും ഇല്ലാതെ പേപ്പർ നോക്കി സംസാരിക്കുകയാണ്, വളരെ കൂളായിട്ട് സംസാരിക്കുന്നു. മാത്രവുമല്ല ഈ പ്രസ് മീറ്റ് കഴിയുമ്പോൾ അവസാനം ഒരു ടോക്ക് ബാക്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്നൊരു സീൻ നമ്മൾ കണ്ടു. അതാണ് ഏറ്റവും ലജ്ജാകരമായി തോന്നിയൊരു കാര്യം. അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്യുകയാണ് മറുപടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറുപടി ട്രാൻസ്ലേഷനും ആയിരിക്കില്ലേ, ട്രാൻസ്ലേഷൻ ആവാം, മറുപടി പ്രോംപ്റ്റ് ചെയ്യുന്നതാവാം, എന്തോ ആവാം. പക്ഷേ അതൊരു ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ഭൂഷണമാണെന്ന് നമ്മൾ ആലോചിക്കുക. ട്രംപിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ വെച്ച് പരസ്യമായിട്ട് അനൗൺസ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ ഒരു US വിസിറ്റിൻ്റെ ആകെയുള്ളൊരു ഔട്ട്കം എന്ന് പറയുന്നത്. ഒരു വാക്ക് നമ്മുടെ ആളുകളെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ നിന്ന് ചങ്ങലക്കിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാമായിരുന്നു. ട്രംപ് മോദിയെ അടുത്തിരുത്തിക്കൊണ്ട് ട്രംപ് പറയുന്നത് നിങ്ങൾ താരിഫ് കൂട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ താരിഫ് കിങ് ആണ്, അന്യായമായ താരിഫാണ് ഞങ്ങൾക്കിടയിൽ നിന്നുള്ള വളരെ വിമർശനാത്മകമായ വാക്കുകൾ ട്രംപ് പറയുമ്പോൾ മോദിക്ക് എന്നാൽ തിരിച്ചൊരു കാര്യം പറഞ്ഞുകൂടെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ആളുകളെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നവരോട് ഞങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് മോദി പറഞ്ഞിരുന്ന അന്തസ്സുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അദാനിയെപ്പറ്റി ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വളരെ വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യവസായിയാണ് അദാനി. അമേരിക്കയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കും, നിങ്ങൾ എന്ത് നടപടിയാണ് ഇവിടെയുള്ള കേസിൽ സ്വീകരിച്ചത്? അപ്പോൾ മോദി പറയുന്ന മറുപടി എന്താണ്? മോദി പറയുന്നത്, ഞങ്ങൾ രാജ്യ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാറില്ല. അമേരിക്കയിലോ ഇന്ത്യയിലോ ഇതൊരു വ്യക്തിയുടെ വിഷയമല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള ഭാഗ്യമില്ല. അമേരിക്കയിലെങ്കിലും അത് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. 3 തവണയാണ് മോദി മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം UK-ലും 2 പ്രാവശ്യം US-ലുമാണ്. ലാസ്റ്റ് നമ്മൾ കണ്ടത് ബൈഡൻ പ്രസിഡൻ്റായിരുന്ന സമയത്തുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വ്യക്തിപരമായ വിഷയമായി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോദിയുടെ ഒരു വിദേശ സന്ദർശനത്തിൽ നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള അനാലിസിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം അതിന് പിന്നിൽ ബിസിനസ് അജണ്ടകളുണ്ട്. ചില സമയങ്ങളിൽ പൊളിറ്റിക്കൽ പ്രശ്നം അദ്ദേഹം വിധേയനാവുന്ന കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഇവിടെ ട്രംപ് പരസ്യമായി അദ്ദേഹം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയാതെ അതിനെക്കുറിച്ച് ഒരു കമൻറ്റും നടത്താതെ ഇവിടെ മൊറട്ടോറ സ്റ്റേഡിയത്തിൽ ട്രംപ് വന്ന സമയത്ത് അതുപോലെ ഹൗഡി മോഡി ഹ്യൂസ്റ്റണിൽ ഹൗഡി മോഡി നടത്തിയതിനെ പറ്റി പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടിയിരുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ ഇന്ത്യൻ ജനതയ്ക്കോ കൊടുക്കാൻ മോദിക്ക് അതിൽ സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് മോദി സംസാരിക്കുന്നത്. തൊട്ടടുത്ത് ട്രംപ് പ്രോംപ്റ്ററൊന്നും ഇല്ലാതെ പേപ്പർ നോക്കി സംസാരിക്കുകയാണ്, വളരെ കൂളായിട്ട് സംസാരിക്കുന്നു. മാത്രവുമല്ല ഈ പ്രസ് മീറ്റ് കഴിയുമ്പോൾ അവസാനം ഒരു ടോക്ക് ബാക്ക് എടുത്ത് ഇങ്ങനെ മാറ്റുന്നൊരു സീൻ നമ്മൾ കണ്ടു. അതാണ് ഏറ്റവും ലജ്ജാകരമായി തോന്നിയൊരു കാര്യം. അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്യുകയാണ് മറുപടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറുപടി ട്രാൻസ്ലേഷനും ആയിരിക്കില്ലേ, ട്രാൻസ്ലേഷൻ ആവാം, മറുപടി പ്രോംപ്റ്റ് ചെയ്യുന്നതാവാം, എന്തോ ആവാം. പക്ഷേ അതൊരു ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ഭൂഷണമാണെന്ന് നമ്മൾ ആലോചിക്കുക.